ഇസ്രായേലിൻ്റെ ഭാഗത്ത് നോക്കിയാൽ ഹമാസിൻ്റെ ഒരു ശക്തി പ്രകടനത്തിൻ്റെ പ്രോപ്പഗൻഡയാണെന്ന് നമ്മൾ കാണുന്നത്. ഹമാസിനെ സംബന്ധിച്ച് നോക്കിയാൽ ഇസ്രായേലിനോട് നിങ്ങൾ കംപ്ലീറ്റ് വിക്ടറി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ ഇത് ഞങ്ങളുടെ കംപ്ലീറ്റ് വിക്ടറിയാണ് എന്ന് ഹമാസ് അവരോട് പറയുകയാണ്. അതിൻ്റെ ഒരു കാരണം ഇന്ന് രാവിലെ യഹ്യ സിൻവറിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. അതിനൊപ്പം മുഹമ്മദ് ദൈഫിൻ്റെ ദൃശ്യം കൂടിയുണ്ട്. ഈ മുഹമ്മദ് ദൈഫിൻ്റെ ദൃശ്യം പുറത്തുവിടുന്നതിൻ്റെ കാരണം മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടു എന്ന് ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ചതാണ്. 2024 മാർച്ചിൽ ഇസ്രായേൽ പ്രഖ്യാപിച്ചാണ് മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടു എന്ന്. ആ കൊല്ലപ്പെട്ട മുഹമ്മദ് ദൈഫ് ജീവിച്ചിരിക്കുന്നു എന്നാണ് അവർ ആ ചിത്രങ്ങൾ പുറത്തുവിടുന്നവരുടെ കാണിക്കുന്നത്. അത് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. കുറഞ്ഞ പക്ഷം യഹ്യ സിൻവറിൻ്റെ ഒപ്പം അദ്ദേഹം യുദ്ധമുഖത്തുണ്ടായിരുന്നു. ഒക്ടോബർ 7 ആക്രമണം പ്ലാൻ ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടി അതിലുണ്ട്. അപ്പോൾ ഒക്ടോബർ 7 ദൃശ്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരിക, പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒക്ടോബർ 4-നോ 5-നോ ചിത്രീകരിച്ചതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒക്ടോബർ 7 ആക്രമണത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻറ്റ്, അറബിയിൽ എഴുതിയിട്ടുള്ള ഡോക്യുമെൻറ്റ്, ആ ഡോക്യുമെൻറ്റ് ഒക്ടോബർ 4-നോ 5-നോ തയ്യാറാക്കി അതിൽ ഡേറ്റ് കൂടിയുണ്ട്. ആ ഡോക്യുമെൻ്റ് ധാരാളമായി ഗസയിൽ വിതരണം ചെയ്യപ്പെട്ടതും ഹമാസിൻ്റെ ആളുകൾക്കിടയിൽ അത് വിതരണം ചെയ്യപ്പെട്ട് അവർ ഡിസ്കസ് ചെയ്ത് നടപ്പാക്കിയൊരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പുറത്തു വന്നതോടുകൂടി അതോടൊപ്പം തന്നെ ഇന്ന് 4 ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് ഹമാസ് നടത്തിയിട്ടുള്ളൊരു സ്പെക്ടാക്കുലർ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 1.5 വർഷം ബന്ദികളാക്കി സൂക്ഷിച്ച യുവതികൾ അവർ IDF-ലെ അംഗങ്ങളാണ്. അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് IDF-ൻ്റെതിന് സമാനമായ യൂണിഫോം ധരിപ്പിച്ചുകൊണ്ടാണ്. അവരെ പിടിച്ചുകൊണ്ടുപോയ ഡ്രസ്സിലല്ല, അതിന് തന്നെ സമാനമായ കാമഫ്ലാഷിലാണ് അവരെ തിരിച്ചുകൊണ്ടുവരുന്നത്. കൊണ്ടുവരിക മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ച് ആദ്യമായാണ് ഇസ്രായേലിൻ്റെ വനിതാ സൈനികരെ ഹമാസ് ബന്ദിയാക്കുന്നത്. വനിതാ സൈനികരെ ബന്ദിയാക്കിയെന്ന് മാത്രമല്ല, അവരെ പരേഡ് ചെയ്തുകൊണ്ട് വരുന്നു. അതായത് ഹമാസിൻ്റെ ആളുകൾ തോക്കുമായിട്ട് നിൽക്കുന്നു, ഇവരെ നടത്തിക്കൊണ്ടുവന്ന് സ്റ്റേജിൽ നിന്ന് ഈ വനിതാ സൈനികർ ഈ ആൾക്കൂട്ടത്തിന് നേരെ ചീർ ചെയ്യുന്നു, അവർ തിരിച്ചെത്തിക്കുന്നു. അപ്പോൾ ഇത് ഇസ്രായേലിനുണ്ടാക്കുന്നൊരു നാണക്കേട്, ഇസ്രായേലിൻ്റെ പബ്ലിക്കിന് ഉണ്ടാക്കുന്നൊരു നാണക്കേട് ചെറുതല്ല. പബ്ലിക്കിന് മാത്രമല്ല, അവിടുത്തെ തീവ്ര വലതുപക്ഷത്തിന് ഉണ്ടാക്കുന്ന നാണക്കേട് ചെറുതല്ല. ഒന്ന്, കംപ്ലീറ്റ് വിക്ടറി, ഞങ്ങൾ ഇവരെ ഡിസ്മാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ വളരെ കൂളായിട്ട് അവരുടെ ആയുധധാരികളായ ആളുകളുടെ മുമ്പിൽ അവർ ബന്ദികളെ കൈമാറുന്നു. വളരെ കൂളായിട്ട് അവരുടെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് വീഡിയോ പുറത്തുവിടുന്നു. കൊല്ലപ്പെട്ട യഹ്യ സിൻവർ മുന്നണിയിൽ നിന്ന് യുദ്ധം നയിക്കുന്ന വീഡിയോ പുറത്തുവിടുന്നു. ഞങ്ങൾ 1.5 കൊല്ലം മുമ്പ് കൊന്നു എന്ന് പറഞ്ഞ മുഹമ്മദ് ദൈഫിൻ്റെ വീഡിയോ അവർ പുറത്തുവിടുന്നു. ഇത് ചെറിയ നാണക്കേടല്ല അവിടെ ഉണ്ടാക്കുന്നത്. ഒന്ന്, ഈ 20,000 ഹമാസ് ഫൈറ്റേഴ്സിനെങ്കിലും കൊന്നിട്ടുണ്ട് ഇസ്രായേൽ എന്നാണ് ഇസ്രായേലിൻ്റെ അവകാശവാദം. 20,000 ഹമാസ് ഫൈറ്റേഴ്സിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ വന്ന് നിന്ന് തോക്കും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയർ ചെയ്യുന്ന ആളുകൾ ആരാണ്? അപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് 20,000 പേരെ നമ്മൾ കൊന്നിട്ടുണ്ടെങ്കിൽ 10,000 മുതൽ 15,000 പേരെ വരെ അവർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ.